നോക്കിക്കഴിഞ്ഞാൽ ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. സ്ട്രഗിളൊന്നും ചെയ്തിട്ടില്ല ഞാൻ. അല്ല, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എന്താണ് ഇത്ര കഷ്ടപ്പാട്? അല്ലെങ്കിൽ ഒരു നടനാവാൻ ഇഷ്ടമുള്ള കാര്യം കണ്ടെത്തി അതിലേക്ക് എത്താനാ കഷ്ടപ്പാട്. അതെ, അപ്പോൾ ഒരു നടനാവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് പിന്നീട് നടനായത്. പക്ഷെ ഇപ്പം ഡർബിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ന്യൂ കമേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്, പുതിയ ജനറേഷൻ. അപ്പോൾ അവരൊന്നും എനിക്ക് തോന്നുന്നില്ല ഷൈൻ ചേട്ടൻ കഷ്ടപ്പെട്ടതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇനിയുള്ള ജനറേഷന് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാ ജനറേഷനും ഈ ഡേ നൈറ്റ് തന്നെയല്ലേ, രാവിലെയാവും രാത്രിയാവും അല്ലേ? എല്ലാവരും ഒരു വയസ്സ് മുതൽ 1 by 1 ആയിട്ട് 10, 20, 15 അങ്ങനെയല്ലേ പോണ. എല്ലാവരും അതാത് വയസ്സിൽ അതാത് ദിവസങ്ങളിൽ എല്ലാവരും ഒരേ കഷ്ടപ്പാട് തന്നെയാണ് നടത്തണം അല്ലേ? കാലം മാറുന്നതിനനുസരിച്ച് കഷ്ടപ്പാട് മാറുമോ? ഇപ്പോൾ ജനിച്ച കൊച്ചും അതേ ദിവസം അതേപോലെ തന്നെയല്ലേ പെരുമാറണേ? അല്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ ABCD ചൊല്ലുമോ എല്ലാവരും അമ്മ എന്നൊക്കെ അറിയണം. അത് കഴിഞ്ഞാൽ അവർ ഞരങ്ങും, പിന്നെ മുട്ടുമ്പോൾ അഴിയും, പിന്നെ നാളെ അല്ലേ? ഡിജിറ്റൽ ഇന്ത്യ. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ അത് പോട്ടെ, ഞാൻ പറയാം. ഇപ്പൊ ഡർബിയിലേക്ക് വരുവാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഡർബിയിൽ മാത്രമല്ല, ഒരുപാട് മലയാള സിനിമയിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള മലയാളത്തിലെ ആക്ടേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സ് ഒരു വെല്ലുവിളിയാണ്. അവർ ഞങ്ങളെ കൂടി പ്രചോദിപ്പിക്കുകയാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര ശോകമുഖമായി. നമ്മുടെ വീഡിയോ തന്നെ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ ഇങ്ങനെ കാണുന്ന വീഡിയോ കണ്ട് നമ്മൾ തന്നെ മുരടിച്ചു പോകും. ആക്ച്വലി ഈ പുതിയ ഇൻഫ്ലുവൻസും പുതിയ ആൾക്കാരും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും വർണ്ണാഭമാവുന്നതും ഇത്രയും എനർജറ്റിക് ആവുന്നതും. താങ്ക് യു. സത്യമായിട്ടും ഇത് വായനോട്ടം അല്ലാട്ട് പറയാ. അല്ല, ഇത് വായനോട്ടം പറയാ. അല്ല, ഇത് പറയാ. കാരണം ഈ പറഞ്ഞ ഞാനാണെങ്കിൽ എല്ലാവരും ഈ പല വീഡിയോസ്, ഈ ആക്ടിങ് വീഡിയോസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം വീഡിയോ ഇടുന്നത് സിനിമയിൽ വരാനായിട്ട് തന്നെയാണ്. പണ്ട് മിമിക്രി നാടകങ്ങൾ വഴി സിനിമയിൽ വന്നു. അതെ, ഇപ്പം ഇതേ പോലെ വീഡിയോ ഇട്ട് എങ്ങനെയും സിനിമയിൽ കഷ്ടപ്പാടെന്നറിയോ? മൊബൈലിലുള്ള എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. അതാണ് നമ്മുടെ കഷ്ടപ്പാട്. പണ്ട് യുവജനോത്സവത്തിൽ മിമിക്രി മോണാക്ടൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ ജില്ലയിൽ, സംസ്ഥാനത്തുമ്പോൾ ഒരാൾ. ഇതിപ്പോ എല്ലാ വീട്ടിൽ നിന്നും ഒരു 5 ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് ചുരുങ്ങി. അതിൽ നിന്ന് ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ഇടുക, സിനിമയിൽ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് ബ്രോ. കാരണം അതിന് കഷ്ടപ്പാടാണോന്നാ. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടാ? സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവണം എങ്കിലും എന്താ, ഇപ്പൊ സൊസൈറ്റിയുടെ ഒരു